Kerala Reader English Class 4 Unit 1 The Trick of Kichu എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Here is a story about Kichu, the brave rabbit whose heroic actions save the lives of his friends. ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത് കിച്ചു എന്നു പേരുള്ള ധീരനായ മുയൽ അവന്റെ വീര്യപ്രവർത്തികൾ കൊണ്ട് അവന്റെ സുഹൃത്തുക്കളുടെ ജീവൻ അവൻ രക്ഷിക്കുന്നു. അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന ഈ ഹെഡിങ്ങിന്റെ അർത്ഥം കിച്ചുവിന്റെ തന്ത്രം. ട്രിക്ക് എന്ന് പറഞ്ഞാൽ തന്ത്രം. ഓക്കെ. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചന്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ വളരെ പേര് കേട്ട പ്രസിദ്ധനായ വെൽ നോൺ അങ്ങനെ പ്രസിദ്ധനായ ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ് കിച്ചു എന്ന് പേരുള്ള ഈ മുയൽ. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് കാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗൗട്ട് ആൻഡ് സ്പിനാച്ച്. അപ്പൊ ഇവന്റെ കടയിൽ എപ്പോഴും നല്ല ഫ്രഷ് പുതിയ വെജിറ്റബിൾസ് ഉണ്ടാവും. അവിടെ ഇപ്പൊ എന്തൊക്കെ ഉണ്ടെന്നാ പറയുന്നത്? കാരറ്റ് ഉണ്ട്, കാബേജ് ഉണ്ട്, പംകിൻ മത്തനുണ്ട്, ബിറ്റർ ഗൗട്ട് കൈപ്പക്ക ഉണ്ട്, ആൻഡ് സ്പിനാച്ച് ചീരവർഗ്ഗങ്ങൾ, ഇലവർഗത്തിലൊക്കെ പെട്ട ചീര. ഓക്കെ, ഇതൊക്കെയാണ് അവന്റെ കടയിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഉള്ളത്. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. അങ്ങനെ ഒരു ദിവസം ചിന്നു എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി അവന്റെ കടയിൽ, അതായത് ഈ മുയലിന്റെ കടയിൽ പച്ചക്കറികൾ വാങ്ങാനായിട്ട് വന്നു. ഇവിടെ ചിത്രത്തിൽ കാണാം, പെൺകുട്ടീനെ കാണാം, അവളൊരു മത്തൻ വാങ്ങുന്നതായിട്ട് കാണാം. ഓക്കെ. He noticed Chinnu holding something. He couldn't make out what it was. അങ്ങനെ ഈ പച്ചക്കറി വാങ്ങാൻ വന്ന ചിന്നുവിന്റെ കയ്യില് അവൾ എന്തോ പിടിച്ചിരിക്കുന്നതായിട്ട് കിച്ചു കണ്ടു. പക്ഷെ കിച്ചുവിന് എന്താണ് ആ സാധനം എന്ന് മനസ്സിലായില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസന്റ് ഹാവ് എനി മണി വിത്ത് ഹിം, ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. എന്റെ അച്ഛന്റെ കയ്യില് ഇപ്പൊ പൈസയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. Please keep this mirror with you and give me some pumpkins, carrots and beans. ഈ കണ്ണാടി, അതായത് മിറർ, മുഖം നോക്കുന്ന കണ്ണാടി, ഇത് നിന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് മത്തൻ, കാരറ്റ്, ബീൻസ് ഒക്കെ തരണം. When my father gets money, I'll pay you and take the mirror back. Okay? എന്റെ അച്ഛന് പൈസ കിട്ടുമ്പോൾ ഞാൻ ആ പൈസ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് ഈ കണ്ണാടി ഞാൻ തിരിച്ചെടുത്തോളാം. നിനക്കത് ഓക്കെ ആണോ എന്ന് ചിന്നു ചോദിച്ചു. Kichu took the mirror from her and carefully placed it in a corner of the shop. അങ്ങനെ കിച്ചു ആ കണ്ണാടി അവളുടെ അടുത്ത് വാങ്ങിയിട്ട് വളരെ സൂക്ഷിച്ചിട്ട് ആ കടയുടെ ഒരു മൂലക്ക് കൊണ്ടുവച്ചു. He gave her all the vegetables she wanted. അവൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കിച്ചു കൊടുത്തു. ചിന്നു went back home happily. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ചിന്നു തിരിച്ചു വീട്ടിലേക്ക് പോയി. ഇവിടെ ഈ ചിത്രത്തിൽ കണ്ടോ, കിച്ചു അവന് കിട്ടിയ ആ കണ്ണാടിയിൽ നോക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. അപ്പോൾ അവന്റെ മുഖം തന്നെ കണ്ട് ആശ്ചര്യപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ഡ്. അങ്ങനെ ആ മൂലക്ക് വെച്ച കണ്ണാടി എടുത്തിട്ട് കിച്ചു നോക്കി. അതാണ് ഇപ്പൊ നമ്മൾ കണ്ട ചിത്രം. ഹേയ്, വാട്ട് ഈസ് ദിസ്? ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? ഹേയ്, എന്താണിത്? ഈ കണ്ണാടിയിൽ ആരാണുള്ളത്? He was pleased to see his own image in the mirror. അങ്ങനെ ആ കണ്ണാടിയിൽ അവന്റെ മുഖം തന്നെ അവൻ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ സന്തോഷമാവുക. Am I so handsome? He wondered. ഞാൻ ഇത്ര സുന്ദരനാണോ? അവൻ ആശ്ചര്യപ്പെട്ടു. Wondered എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. He started dancing with joy. അങ്ങനെ സന്തോഷം കൊണ്ട് അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. From then on, every morning he would brush and clean his face, looking in the mirror. അങ്ങനെ ആ ദിവസത്തിന് ശേഷം ദിവസം രാവിലെ ഈ മുയൽ എന്ത് ചെയ്യും? ഈ കണ്ണാടി എടുത്ത് നോക്കിയിട്ട് അവന്റെ മുഖം ബ്രഷ് എടുത്തിട്ട് നല്ലോണം വൃത്തിയാക്കാൻ തുടങ്ങി. ഡേയ്സ് പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുൻഖാൻ വുൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. അങ്ങനെയാണ് ഒരു ദിവസം ഈ ചെറിയ മാർക്കറ്റില് കുൻഖാൻ എന്ന പേരുള്ള ഒരു ചെന്നായ, വുൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ, സന്ദർശിക്കാൻ തുടങ്ങി. ഹി അറ്റാക്ട് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. ഈ ചെന്നായ ഈ മാർക്കറ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന മൃഗങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതാ കണ്ടോ, ഈ ചെന്നായ
ഇവിടെ ആക്രമിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഇവരൊക്കെ പേടിച്ച് നിൽക്കുക. ഈ കഴുത ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. The deer, rabbit, donkey and all other animals were terrified. അങ്ങനെ മാനും മുയലും കഴുതയും മറ്റ് മൃഗങ്ങളൊക്കെ പേടിച്ചു. How can they escape from his attack? They started thinking but could not find a way out. അപ്പം അവരെല്ലാവരും ഒന്നിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഇവന്റെ ഈ അക്രമത്തിൽ നിന്ന് നമുക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുക. പക്ഷേ അതിനൊരു വഴിയും കണ്ടെത്തിയില്ല. One day, കുൻകാൻ wolf came to കിച്ചു rabbit's shop. അങ്ങനെ ഒരു ദിവസം ഈ ചെന്നായ, കുൻകാൻ എന്ന പേരുള്ള ഈ ചെന്നായ കിച്ചു മുയലിന്റെ കടയിൽ വന്നു. കണ്ടല്ലേ, ഈ ചിത്രം കണ്ടില്ലേ? കടയിൽ വന്നിട്ട് മുയലിനോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹേയ് കിച്ചു, I'll crush you and eat you up. അപ്പൊ ഇതാണ് ആ ചെന്നായ പറഞ്ഞത്. കിച്ചു, ഞാൻ നിന്നെ ഞെരിച്ച് തിന്നുകളയും. ഇത് കേട്ടപ്പോ the animals were frightened and most of them ran away. അവിടെ നിന്ന മൃഗങ്ങളൊക്കെ പേടിച്ചു. ഫ്രൈറ്റൻഡ്, പേടിച്ചിട്ട് ഒരുവിധം എല്ലാവരും ഓടിക്കളഞ്ഞു. സഡൻലി കിച്ചു ഗോട്ട് an idea. അങ്ങനെ പെട്ടെന്നാണ് കിച്ചുവിനൊരു ഐഡിയ തോന്നിയത്. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. എന്റെ സുഹൃത്തെ, നിന്റെ കയ്യിലുള്ള തന്ത്രങ്ങളൊന്നും എന്റെ അടുത്ത് ചെലവാവൂല, ട്രൈ ചെയ്യണ്ട, ഒന്നും ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിൽ ഈ കിച്ചു പറഞ്ഞു. ഇഫ് യു വാണ്ട് ടു ലിവ്, ഗോ അവേ ഫ്രം ഹിയർ. നിനക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ. വാട്ട് വിൽ യു ഡു? അപ്പൊ ഈ ചെന്നായി ചോദിക്കുക, നീ എന്ത് ചെയ്യും? ഐ കാൻ ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വുൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചെന്നായിയാണത്. അതിന്റെ പേര് ജിഗുന. അതെന്റെ കടയുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവൻ നിന്നെ കഷ്ണം കഷ്ണമായിട്ട് അടിച്ച് ശരിയായി കളയും. ഓക്കെ, വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണം എന്നുണ്ടോ? ധൈര്യത്തോടെ ചോദിച്ചിട്ടോ ആ റാബിറ്റ്. വളരെ ധൈര്യം പ്രാപിച്ച് ചോദിച്ചതാണ്. യെസ്, ഷോ മീ യുവർ ജിഗു, കുൻകാൻ വുൾഫ് ഡിമാൻഡഡ്. ആഹാ, അങ്ങനെയാണോ? എന്നാ പിന്നെ നിന്റെ ജിഗുവിനെ ഒന്ന് എനിക്ക് കാണിച്ചോണ്ടാ എന്നാ ചെന്നായ പറഞ്ഞു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. പെട്ടെന്ന് തന്നെ മുയൽ എന്ത് ചെയ്ത് തിരിഞ്ഞിട്ട് അവന്റെ കടയുടെ അകത്ത് വെച്ച ആ മിറർ അങ്ങോട്ട് എടുത്ത്. ഹി ബോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുൻകാൻ വുൾഫ്. ആ ചെന്നായുടെ മുഖത്തിന്റെ അടുത്ത് കൊണ്ടേ അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ലുക്ക് ഹിയർ, ഹി ഈസ് ജിഗു, കിച്ചു സെഡ്. ഇത് നോക്ക്, ഇവനാണ് എന്റെ സുഹൃത്ത് ജിഗു. കണ്ടോ, ആ കണ്ണാടിയിൽ അവന്റെ മുഖം തന്നെ കണ്ടിട്ട് കുൻകാൻ ചെന്നായി പേടിക്കുകയാണ്. കണ്ടോ, വളരെ പേടിച്ചു പോയി. ഓ, what a terrible fellow he is. If he comes out, he will finish me. Seeing his own image, Kunkan thought that it was the real Jigu wolf. അപ്പൊ ഈ കണ്ണാടിയിൽ ഇവന്റെ സ്വരൂപം കണ്ടിട്ട് ഇവൻ കുൻകാൻ പറയാ, ഓ, ഇത് ശരിയായ ജിഗു തന്നെയാണല്ലോ, ഇവൻ ഭയങ്കരനാണല്ലോ, ഇവൻ പുറത്തേക്ക് വരികയാണെങ്കിൽ എന്നെ ഫിനിഷ് ചെയ്യും, എന്നെ തമർത്ത് കളയും, എന്നെ തീർത്ത് കളയും. Kunkan wolf ran away as fast as he could. He never came back again. അങ്ങനെ ഇത് കണ്ട ഉടനെ തന്നെ ഈ ചെന്നായ തിരിഞ്ഞ് അവനെ എത്രയും വേഗം ഓടാൻ പറ്റുന്നോ അത്രയും വേഗം ഓടിപ്പോയി കളഞ്ഞു. അതാണ് റാൻ എവേ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അവന് പറ്റുന്ന അത്ര സ്പീഡിൽ അവൻ ഓടിക്കളഞ്ഞു. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. അങ്ങനെ ആ കിച്ചു എന്ന് പറഞ്ഞ മുയൽ ആ ചെറിയ മാർക്കറ്റിലെ ഹീറോ ആയി, നായകനായി മാറി. ഓൾ ദ ആനിമൽസ് ബിക്കെയിം ഹാപ്പി. അങ്ങനെ അവിടെയുള്ള എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. കണ്ടില്ലേ, ഓടുന്നുണ്ടില്ലേ പേടിച്ചിട്ട്. എന്താണ് ഓട്ടം, പിന്നെ വന്നിട്ടില്ല തിരിച്ചിട്ട്. സിപ്പി പള്ളിപ്പുറം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കഥ എഴുതിയത്. ഇദ്ദേഹം കുട്ടികളുടെ കഥ എഴുതുന്ന ഒരു വ്യക്തിയാണ്. 1943 18 മെയ് മാസം ആണ് ഇദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 82 വയസ്സായി. ഇദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്. ഇദ്ദേഹം എഴുതിയ കൃതികൾക്കും കഥകൾക്കും നോവലിനും ഒക്കെ ആയിട്ട് കിട്ടിയ പുരസ്കാരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ സമയം കിട്ടുമെന്ന് വായിച്ച് നോക്കണം. ഓക്കെ സ്റ്റുഡൻസ്, ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്.